ഇന്ന് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മിനിറ്റിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് കറി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു 2-3 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള ഇതൊക്കെയാണ്. ഇതെല്ലാം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം തോലെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കുക്കർ എടുത്ത് നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റും, ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്, വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. സവോള ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവാൻ ആവശ്യത്തിനുള്ള, നമ്മൾ ഉടച്ചെടുക്കും, അപ്പോൾ അതിനനുസരിച്ച് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ എല്ലാം ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരു സിംഗിൾ പോട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അത്യാവശ്യം നന്നായി തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ താളിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെറുതെ ഒരു കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.